അദ്ദേഹം നിർത്തിയെടുത്തു ഞാൻ തുടങ്ങാം. അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു ബിനീഷ് കോടിയേരിക്കെതിരായ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന്. ഇഡി വീട് റെയ്ഡ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? ഇഡി പരിധികൾ ലംഘിക്കുന്നു, ഇഡിയെ തെരുവിൽ നേരിടുമെന്നാണ് ഇപ്പോഴത്തെ നിയുക്ത സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ആരും മറന്നുപോയിട്ടില്ല. അപ്പോ ഇവിടെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഇന്നലെ വരെ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ അവരിപ്പോ തള്ളിപ്പറയുന്നുണ്ട്. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ബിജെപിയുടെ ഭരണകാലഘട്ടത്തിൽ ഏതെങ്കിലും ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തിയാൽ അത് നരേന്ദ്രമോദിക്കെതിരായ ആരോപണമാണെന്ന്. എങ്ങനെയാണത് ഭരണകൂടവുമായി ബന്ധപ്പെട്ടത്? സുപ്രീം കോടതിയിലെ ഒരു കേസിന്റെ ഡിവിഷൻ ബെഞ്ചുകൾ അലോക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സബോർഡിനേറ്റായ ജഡ്ജിമാർക്കുണ്ടായ ഒരു വിഷമതകൾ അവർ വാർത്താ സമ്മേളനം വിളിച്ചും പറഞ്ഞപ്പോൾ അത് നരേന്ദ്രമോദിയുടെ കുഴപ്പമായിട്ടാണ് ഇവിടെ CPIMന്റെ പ്രതിനിധി വ്യാഖ്യാനിച്ചത്. അപ്പോൾ നരേന്ദ്രമോദി മറുപടി പറയണം. പക്ഷേ സ്വന്തം മകൻ കഞ്ചാവ് വിറ്റുകൊണ്ടോ തന്ന കാശുകൊണ്ട് അത്താഴം കഴിച്ച് കിടക്കുന്ന അച്ഛൻ പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമില്ല. കഞ്ചാവ് വിറ്റ പൈസ കൊണ്ട് പണിത വീട്ടിൽ പോയി കിടന്നുറങ്ങാം, ആ മകനുമായി ഉല്ലസിക്കാം, ആ മകനുമായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അത്താഴം കഴിക്കാം. അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമില്ല. CPM പറയുന്നതെല്ലാം ഞങ്ങൾ വിഴുങ്ങിക്കൊള്ളണമെന്നാണോ? പിന്നെ ജസ്റ്റിസ് ലോയയുടെ കാര്യം പറഞ്ഞല്ലോ. 2018 3-അംഗ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞതാണ് ആ കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നു, അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന്. അവിടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജഡ്ജിമാര് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ വരുമ്പോൾ ഈ രാജ്യത്ത് ഒരു പശു ചത്താലും പട്ടി ചത്താലും നരേന്ദ്രമോദി ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഒരു കൂരയുടെ കീഴിൽ കിടന്നുറങ്ങുന്ന മകൻ കഞ്ചാവ് കേസിൽ അകപ്പെട്ടാൽ, ആ മകൻ കള്ളക്കടത്തും കഞ്ചാവും കടത്തി ഉണ്ടാക്കുന്ന പണത്തിന്റെ വിഹിതം അനുഭവിച്ച് അച്ഛൻ കൂടി ജീവിച്ചാൽ ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ മുമ്പ് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ഇടതുപക്ഷക്കാരന് മാത്രം പറ്റുന്ന തൊലിക്കട്ടിയാണത്. അത് കൃത്യമാണ്. എന്താണ് ഇടതുപക്ഷത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ളത്രയും ക്രൂരതയും മനുഷ്യാവകാശ ലംഘനങ്ങളും ആരെയും ലോകത്ത് കാണിച്ചിട്ടുള്ളത്? സ്റ്റാലിനെയും ലെനിനെയും മാവോയെയും ഒന്നും മറന്നുപോയിട്ടില്ല. നിങ്ങൾ എവിടുത്തെ മാനുഷ്യ മൂല്യത്തെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്? തരാത്ത പോലെ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു മൂല്യം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യവുമില്ലതിൽ. സത്യം പറഞ്ഞാൽ റഹീമിന്റെ മറുപടി കേട്ടപ്പോൾ ചിരിയാണ് വരുന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യം കേട്ടോ, ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. പിന്നെ ആർക്കെതിരെയാണ് ശ്രീ റഹീം ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരി കയറി നാട്ടുഭാഷയിൽ പറഞ്ഞ മാടം വെച്ച് കൂടാരം കെട്ടി സർക്കസ് കൂടാരം പോലെ അവിടെ അടിച്ച് ട്രിപ്പീസ് കളിച്ച കഥയെ പറ്റിയാണ് ഈ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുകയായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇവരൊക്കെ കൂടെ ചേർന്ന കറക്ക് കമ്പനി ഈ രാജ്യത്ത് കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും മയക്കുമരുന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ ഇറക്കുമതി ചെയ്ത കഥയെ പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങളുടെ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് മിഷനിൽ കമ്മീഷൻ അടിച്ചു എന്ന് നിങ്ങളുടെ ധനകാര്യ മന്ത്രി തന്നെ സമ്മതിച്ചതിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങളുടെ അഭിമാന പദ്ധതിയായ കെ-ഫോണിൽ കമ്മീഷൻ അടിച്ചതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ അഭിമാന പദ്ധതിയായ ഇ-ബസ് പദ്ധതിയിൽ, കേന്ദ്ര സർക്കാരിന്റെ ഉണ്ടല്ലോ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ, അപ്പൊ ഈ സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിച്ച എല്ലാ പദ്ധതികളിലും അഴിമതി നടന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ചോദിക്കുകയാണ് സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഈ രാമായണം മുഴുവൻ വായിച്ചിട്ടും സീതയ്ക്ക് രാമനുമായുള്ള ബന്ധം എന്താ എന്ന് ചോദിച്ചതിനെക്കാട്ടിൽ കഷ്ടമാണല്ലോ.